പേരാമ്പ്രയിൽ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. RT ഓഫീസിലേക്കാണ് SFI മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് വച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡ് തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ. വലിയ പ്രതിഷേധമാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പേരാമ്പ്രയിൽ ഇന്ന് പ്രതിഷേധമുണ്ട്. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, എന്താണ് നിലവിലെ സാഹചര്യം? അനുജ, വിവിധ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ പേരാമ്പ്ര RT ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങളും മാർച്ചുകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇവരൊക്കെ ഉന്നയിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് സ്വകാര്യ ബസ് ഉടമകൾക്ക്, ബസ്സുകൾക്ക് ഇത്തരത്തിൽ സ്വൈര്യവിഹാരം നടത്താൻ, അതായത് സമയം എന്ന ഒരൊറ്റ ഇതിൻ്റെ പേരിൽ, അതായത് അവർക്ക് സമയക്രമം നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒറ്റ പേരിൽ ആളുകളുടെ ജീവൻ പന്താടിക്കൊണ്ട് ജീവന് പുല്ലുവില പോലും കൊടുക്കാതെ അമിത വേഗത്തിൽ പായുന്ന ഇത്തരം വാഹനങ്ങൾക്കെതിരെ, ബസ്സുകൾക്കെതിരെ നടപടി വേണം. അവർക്ക് ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്താൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ബസ് ഉടമകളുടെ RTO ഓഫീസർ ജീവനക്കാരുടെ അനുമതിയോടുകൂടിയാണ് ഇവരിങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാതെ കുതിച്ചു പായുന്നത് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബസ് ജീവനക്കാരെ നിരക്കി നിർത്താൻ തയ്യാറാകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് RTO ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. SFI പ്രവർത്തകർ ഈ ഓഫീസിന് മുന്നിൽ, മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് എടുത്തു മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് ഇവിടെ നിലയുറപ്പിക്കുകയായിരുന്നു. കാരണം രാവിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയപ്പോൾ അവർ ഈ ഓഫീസിനകത്ത് വരെ എത്തി അവിടെ വാഴ സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ പ്രതിരോധിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കാരണം വളരെ കുറച്ച് പോലീസ് മാത്രമേ ഈ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തിക്കുകയും ബാരിക്കേഡ് അടക്കം എത്തിക്കുകയും ഈ ഇതിനു മുന്നിൽ, അതായത് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. SFI പ്രവർത്തകർ ഈ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ തമ്പടിക്കുമ്പോൾ തൊട്ടപ്പുറത്തായി യൂത്ത് ലീഗ് പ്രവർത്തകരും ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞ് BJPയുടെ പ്രതിഷേധം ഇവിടെ അരങ്ങേറാനുണ്ട്. അങ്ങനെ ആകെ സമര കലുഷിതമായിരിക്കുന്നു പേരാമ്പ്ര. കാരണം ഒരു വിദ്യാർത്ഥിയുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം നഷ്ടമായതെന്ന് മാത്രമല്ല, നിരവധി ആളുകളുടെ ജീവൻ ഈ നിരത്തിൽ പൊലിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പേരാമ്പ്രയിലെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം പ്രതിഷേധവുമായി നിരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സർവകക്ഷി യോഗം ഇവിടെ ചേർന്നിരുന്നെങ്കിലും അതൊട്ടും ആത്മാർത്ഥമായിട്ടായിരുന്നില്ല. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊന്നും, MLA പോലും പങ്കെടുക്കാത്തൊരു യോഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രതിഷേധം എന്നുള്ളതായിരുന്നു ഈ നമുക്ക് ഇവിടെ അവരെല്ലാം തന്നെ, പ്രതിഷേധക്കാരെല്ലാം തന്നെ പറയുന്ന കാര്യം. നമുക്കൊരു ഭാഗത്ത് ഇപ്പോൾ ഈ യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും ഒരു ഭാഗത്ത് കാണാൻ കഴിയും. അവർ ഇവിടേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അങ്ങനെ ഇതാ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിഷേധങ്ങൾ ഇവിടേക്ക് ഉണ്ടാവുകയാണ്. പേരാമ്പ്രയിലെ ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്. യൂത്ത് ലീഗ് ഈ RT ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തുകയാണ്. അവർ ഈ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കും എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. പ്രധാനപ്പെട്ട പാതയാണ്, നിരവധി വാഹനങ്ങളടക്കം കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തീർത്തുകൊണ്ട് പേരാമ്പ്രയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നത്. രാവിലെ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞുകൊണ്ട് ഇവിടെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ പ്രതിഷേധം തീർത്തിരുന്നു. അല്പസമയം മുൻപ് SFI പ്രവർത്തകർ ഈ RT ഓഫീസിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പോൾ ഇതാ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുകയാണ്. അല്പസമയത്തിനകം BJPയുടെ പ്രതിഷേധവും ഇവിടെ ഉണ്ട്. ഈ സ്വകാര്യ ബസ്സുകൾക്ക് ഇത്തരത്തിൽ അവർക്ക് തോന്നിയ രീതിയിൽ സർവീസ് നടത്താൻ അവർക്ക് അനുമതി നൽകുന്നത് ഈ RT ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരും കൂടി ചേർന്നാണ്. അവരുടെ ഒത്താശ കൊണ്ടാണ് സമയമോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളും ഇല്ലാതെ ഈ നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ RT ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. അല്പസമയത്തിനകം ഈ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം കൂടി ഈ RT ഓഫീസ് പരിസരത്തേക്ക് എത്തും. പോലീസ് നേരത്തെ ഉണ്ടായ യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ പോലീസ് സേന ഇവിടേക്ക് വിന്യസിച്ചുകൊണ്ട് അത്തരത്തിലൊരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഗേറ്റ് മറികടന്നുകൊണ്ട് ഓഫീസിനകത്ത് കയറി, RTO ഓഫീസിനകത്ത് കയറി അവിടെ വാഴ സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് വളരെ പ്രയാസപ്പെട്ടാണ് പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസിനെ അടക്കം ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് ഈ മിനി
സിവിൽ സ്റ്റേഷന് മുന്നിൽ തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം തീർക്കുകയാണ് പോലീസ് ഇപ്പോൾ. എന്തായാലും SFI പ്രവർത്തകരുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു, മറ്റൊരു ഭാഗത്ത് യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം യൂത്ത് ലീഗ് പ്രവർത്തകർ കൂടി ഈ മിനി സിവിൽ സ്റ്റേഷന് മുന്നിലേക്ക് എത്തിച്ചേരും. എന്തായാലും പേരാമ്പ്ര ആകെ സമരകലുഷിതമായി മാറുകയാണ് ഈ 2 ദിവസമായി. കാരണം അത്രയധികം ഇവിടെയുള്ള ആളുകൾ രോഷാകുലരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിരവധി ജീവനുകൾ പോലും ഏറ്റവും ഒടുവിൽ ഒരു വിദ്യാർത്ഥിയുടെ, ഈ നാടിന് വാഗ്ദാനമാകേണ്ട ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ കൂടി നഷ്ടമാകുന്നു. അതും ഈ സ്വകാര്യ ബസിന്റെ അനാസ്ഥയുടെ ഒരു ഇരയാണ് ആ വിദ്യാർത്ഥി. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ യുവജന വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിക്കുന്നത്. അനുജ, പേരാമ്പ്ര RT ഓഫീസിലേക്കാണ് വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം. സ്വകാര്യ ബസ്സുകൾ, അവരുടെ മത്സരയോട്ടത്തിൽ പൊലിയുന്ന ജീവനുകൾ, അതിൽ നടപടി വേണം. സ്വകാര്യ ബസ്സുകൾക്ക് ഒത്താശ ചെയ്യുകയാണ് RT ഓഫീസ് എന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സർവകക്ഷി യോഗം ചേർന്നിരുന്നു. പക്ഷേ ആ യോഗം അതൊരു തട്ടിക്കൂട്ട് യോഗമാണ്, കണ്ണിൽ പൊടിയിടാനുള്ള യോഗമാണ് എന്നുള്ളതാണ് ഇപ്പോൾ വിവിധ സംഘടനകൾ ആരോപിക്കുന്നത്. നിലവിൽ SFIയുടെ പ്രതിഷേധം, ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം അവർ നടത്തുന്നു. യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. വിവിധ സംഘടനകളുടെ പ്രതിഷേധം അത് തുടരും. അല്പസമയത്തിനകം മറ്റ് സംഘടനകൾ കൂടി അങ്ങോട്ടേക്ക് പ്രതിഷേധത്തിനെത്തും എന്നുള്ളതാണ് ഗൗരവതരമായ ഒരു വിഷയമാണ്. അതിൽ RTO സ്വീകരിക്കുന്ന നിലപാടിനെതിരെയാണ് ഇപ്പോൾ സംഘടനകൾ പ്രതിഷേധിക്കുന്നത്. അവരെ നിലയ്ക്ക് നിർത്തണം എന്നുള്ളതാണ് ആവശ്യം. സ്വകാര്യ ബസ്സുകളെ നിലയ്ക്ക് നിർത്തണം എന്നുള്ളതാണ് ആവശ്യം.